നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെയിലേക്ക് ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രേക്ഷകർക്കറിയാം, മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകവും കലാപ്രേമികളുമുള്ളത്. കലാഭവൻ നവാസിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. അതിനു മുമ്പ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. കലാഭവൻ നവാസിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം കൊച്ചിയിൽ. അന്ത്യം ഇന്നലെ രാത്രി ചോറ്റാനിക്കര ഹോട്ടലിൽ കുഴഞ്ഞു വീണ് മലയാളിയെ ചിരിപ്പിച്ച നവാസിന്റെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടലിൽ സിനിമാ ലോകം. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ ലോകമറിയുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി കർണാടക ഹൈക്കോടതി. റിപ്പോർട്ടിങ്ങിനുള്ള നിയന്ത്രണങ്ങൾ റദ്ദാക്കി. കണ്ടെത്തിയ മനുഷ്യാസ്ഥികൾ ഒന്നിലേറെ ആളുകളുടേതെന്ന് സംശയം. കൊലപാതക പരമ്പര ഉണ്ടായെന്ന വാദം ബലപ്പെടുന്നു. ശാസ്ത്രീയ അന്വേഷണം തുടരുന്നു. SITയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന. ഇന്ന് 5ാം നാൾ. ദുരൂഹത നീങ്ങാതെ ചേർത്തലയിലെ സ്ത്രീകളുടെ ദുരൂഹ തിരോധാനം. സെബാസ്റ്റ്യൻ സ്ഥിരം കുറ്റവാളിയെന്ന് ഉറപ്പിച്ച് പോലീസ്. കൂടുതൽ പേർ വലയിൽ വീണിട്ടുണ്ടോ എന്നും അന്വേഷണം. കാണാതായ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടി അന്വേഷണ സംഘം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ ബിലാസ്പൂർ NIA കോടതിയുടെ ഉത്തരവ് ഇന്ന് ഉണ്ടാകും. ജാമ്യം നൽകുന്നതിനെ പൂർണ്ണമായി എതിർക്കാതെ പ്രോസിക്യൂഷൻ. മതപരിവർത്തന കുറ്റം നിലനിൽക്കില്ലെന്ന് ജാമ്യാപേക്ഷയിൽ വാദം. കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഇന്ന് 9 ദിവസം. VC നിയമനത്തിൽ ഗവർണറും സർക്കാരും വീണ്ടും നേർക്കുനേർ. സർക്കാരിനെ വകവയ്ക്കാതെ ഗവർണർ മുന്നോട്ട്. ചർച്ചയിൽ നിന്ന് പിന്മാറി മന്ത്രിമാർ. സുപ്രീം കോടതിയെ സമീപിക്കാനും നീക്കം. 2 സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സ്ഥിരം VC നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ ഗവർണറുടെ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പുറത്തറിയിച്ച ഡോക്ടർ ഹാരിസ് ചുരക്കലിനെതിരെ വൈകാതെ നടപടി ഉണ്ടാകുമെന്ന സൂചന. പ്രസ്താവനകൾ ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കിയെന്ന് വാദം. ഉപകരണങ്ങൾ കാണാതായെന്ന വാദം പാടേ തള്ളി ഡോക്ടർ ഹാരിസ്. കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയി കാണാതായ സ്ത്രീ വനത്തിൽ മരിച്ച നിലയിൽ. ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെ. സമീപത്ത് പശുവിന്റെ ജഡവും. ദുരൂഹതയുണ്ടെന്ന് പോലീസ്. നമ്മൾ വിശദമായി കടക്കുകയാണ് രാവിലെയിലേക്ക്, ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ കലാഭവൻ നവാസിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പ്രതികരിച്ചത്. അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മലയാളികൾ. ഡാനി പോൾ ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇന്ന് ഖബറടക്കം, പോസ്റ്റ്മോർട്ടം നടപടികളും ഉടനുണ്ടാകും. എങ്ങനെയാണ് നടപടിക്രമങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ആര്യ, ഇന്ന് 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ കൂടി അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളും. കാരണം അദ്ദേഹത്തിന് നിരവധി ആരാധകരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് കബറടക്കമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നടക്കും. അതുകൊണ്ട് മറ്റ് നടപടികളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതിനുശേഷം ഒരുപക്ഷെ ആലുവയിലോ കളമശ്ശേരിയിലോ ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി ചെയ്യുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ
മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത എല്ലാവരും ചെവിക്കൊള്ളുന്നത്. കാരണം ഒരു കാര്യമായ മറ്റ് അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരാൾ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് മുറിയിലേക്ക് എത്തി അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ കാണാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഒടുവിൽ അറിയാൻ കഴിയുന്നത് ആ സമയത്ത് മരിച്ചിട്ടില്ലായിരുന്നു എന്നതാണ്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പ്രാഥമികമായി ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് ഒരു വിലയിരുത്തൽ. ഇന്നലെ അവിടെ എത്തിയ ഇന്നലെ തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു. 1 മിനിറ്റിൽ എത്തിക്കാവുന്നത് സ്ഥലത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഡോക്ടർമാരെ അടക്കമുള്ള ഒരു പ്രാഥമികമായ നിഗമനം ഹൃദയാഘാതം എന്നത് സംബന്ധിച്ചാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അന്തിമമായി വരേണ്ടതുണ്ട്. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. 10 മണിക്കാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക. അദ്ദേഹത്തിന് നിരവധിയായ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് അടക്കം എത്തിയിരുന്നു. ഏതാണ്ട് 40ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും നിരവധിയായ സ്റ്റേജ് ഷോകൾ, മിമിക്രി രംഗത്ത് അങ്ങനെ ഒട്ടനവധി ആരാധകരുള്ള ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. ഒരു കലാകുടുംബത്തിൽ നിന്ന് വരുന്ന അബൂബക്കർ എന്ന അദ്ദേഹത്തിന്റെ പിതാവും സജീവമായിരുന്നു, അഭിനയ രംഗത്ത് സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് നിലവിൽ ഈ രംഗത്ത് തന്നെ തുടരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ അടുപ്പം കുടുംബം ഈ കലാരംഗത്തായിട്ട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ തന്നെയായിരുന്നു. ചെറുതും വലുതുമായ ഒരു വേഷങ്ങൾ അദ്ദേഹത്തിന് നിരവധി സിനിമകളിലൂടെ അദ്ദേഹം വന്നിരുന്നു. പക്ഷെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം മാറിയിരുന്നില്ല. പക്ഷെ ഈ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിന്റെ ഒരു അവസാന സമയത്ത് കിട്ടിയ വേഷങ്ങൾ മികവുറ്റതാക്കുന്നു. ക്യാരക്ടർ റോളുകളിലേക്ക് അടക്കം അദ്ദേഹം നീങ്ങും. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു 2ാം ഇന്നിംഗ്സിൽ വളരെ പ്രകീർത്തിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന വേഷങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇത് സംഭവിക്കുന്നത്. പ്രകമ്പനം എന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോറ്റാനിക്കരയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. ആ ഷെഡ്യൂള് പാക്കപ്പ് ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അത് പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹം മുറിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ചോറ്റാനിക്കരയിലെ മുറിയിലേക്ക് ഇവിടെ എത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ് പുറത്തേക്ക് പോയോ എന്നത് സംബന്ധിച്ച് വീണ്ടും അന്വേഷിക്കാൻ ചെന്നപ്പോഴായിരുന്നു ഈ സംഭവം മുറിയിൽ വീണ് കിടക്കുന്നതായി കാണുന്നത്. റൂം പോയി കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കളമശ്ശേരിയിലോ അതോ ആലുവയിലോ ആയിരിക്കും പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്യുക. അദ്ദേഹത്തിന്റെ വീട് ആലുവയിലാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പൊതുദർശനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ആലോചിക്കുന്നത്. സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്കും ഈ ഒരു വിയോഗ വാർത്ത പൊതുവിൽ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും ശ്രവിക്കുന്നത്. കാരണം വളരെ കർമ്മനിരതരായ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ അതാണ് ഡാനി, അവർക്കൊപ്പം ഉണ്ടായി വർക്ക് ചെയ്ത് ഹോട്ടൽ മുറിയിലേക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരാൾ, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാകുന്നു എന്ന വാർത്ത സ്വാഭാവികമായും സഹപ്രവർത്തകരെ എല്ലാം വല്ലാതെ അങ്കലാപ്പിലാക്കും, അമ്പരപ്പിക്കും. ആ ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സഹപ്രവർത്തകരുടെ ഒക്കെ പ്രതികരണം വന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആശുപത്രിയിലേക്കടക്കം താരങ്ങളുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഒരു വലിയൊരു നിര തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഇന്ന് പൊതുദർശനത്തിലും നമുക്കത് കാണാൻ സാധിക്കും.
തീർച്ചയായും. കാരണം ഇത് തീർത്തും അപ്രതീക്ഷിതം. കാരണം ഇന്ന് വൈകിട്ട് വരെയും അവരോടെല്ലാവരും ചിരിച്ച് സംസാരിച്ച് ഉള്ള ആളുകൾ ഇന്നലെ നമ്മൾ പലരുടെയും പ്രതികരണം ശ്രദ്ധിക്കുമ്പോൾ ഇന്നലെ ബിജുക്കുട്ടൻ നടനും മിമിക്രി രംഗത്ത് അദ്ദേഹത്തിന് വളരെ സജീവമായിരുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഞാനിത് വിശ്വസിക്കുന്നത് എന്നതാണ്. കാരണം അത്രത്തോളം എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അവസാന സമയം വരെയും സംസാരിച്ച് ചിരിച്ച് അദ്ദേഹം ഞങ്ങൾ പിരിഞ്ഞതാണ്, അതുകൊണ്ട് ഇത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇത് വിശ്വസിക്കുന്നതെന്നാണ്. കാരണം അത്രമേലൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയായിരുന്നു. താരതമ്യേന അവര് ഈ മിമിക്രി ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചില സിനിമകളുടെ അത്തരം ഒരു കാലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു തുടക്കകാലം എന്നെല്ലാം പറയുമ്പോൾ മിമിക്സ് ആക്ഷൻ 500 അങ്ങനെയുള്ള തുടങ്ങിയുള്ള സിനിമകൾ, ആ സിനിമകളെല്ലാം തന്നെയും ഒരു വളരെ സജീവത, ഒരു നടൻ എന്നതിനപ്പുറം അതിന്റെ മറ്റു രൂപീകരണത്തിലും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ആ സമയത്തെല്ലാം തന്നെ കടന്നു വന്നു. അപ്പോൾ ഈ രംഗത്തൊരു വലിയൊരു കൂട്ടായ്മയുടെ മിമിക്രിയും അധിഷ്ഠിതമായിട്ട് പലപ്പോഴും സിനിമയിലേക്ക് കടന്നു വരുന്നവർക്കിടയിൽ പെട്ടൊരാൾ തന്നെയായിരുന്നു നവാസ്. പല പുതിയ താരങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു പാലമായി ഇങ്ങനെയുള്ള സീനിയർ താരങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് ഈ സ്റ്റേജ് ഷോകളെല്ലാം അപ്പുറത്തേക്ക് വിദേശത്തേക്കെല്ലാം പോകുമ്പോൾ പല താരങ്ങളെയും തന്നെ ഉൾപ്പെടുത്തി കൊണ്ടുപോവുക, അതിലെല്ലാം തന്നെ ഇവരുടെ പങ്കാളിത്തം വരുന്നതാണ്. അതുകൊണ്ട് വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരിലും ആ ഒരു ഞെട്ടൽ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ വരെ വളരെ സജീവതയോടുകൂടി ഇരുന്നൊരാൾ എത്ര പെട്ടെന്നാണ്, എത്ര ആകസ്മികമാണ്. അതെ, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൂടെ നിൽക്കുന്ന ആളുകളെ ഒക്കെ അത്രത്തോളം സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു നവാസ് എന്ന് സഹപ്രവർത്തകരെല്ലാം ഇന്നലെ ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലാകാരന്മാരെല്ലാം പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആളുകളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളത്. ആ ജോലി വളരെ ഗംഭീരമായി പൂർത്തീകരിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. അത് മിമിക്രി വേദികളിലായിക്കോട്ടെ, സ്റ്റേജ് ഷോകളിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, റിയാലിറ്റി ഷോകളിലൊക്കെയും ജഡ്ജസായും ഒക്കെ അങ്ങനെ വിനോദത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും നിറസാന്നിധ്യമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും പറയാറുണ്ട്, നല്ല കലാകാരന്മാർക്ക് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല, അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ഉപയോഗപ്പെടുത്താറില്ല എന്നൊക്കെ നമ്മൾ ചില കലാകാരന്മാരെ നോക്കി പറയാറുണ്ട്. അത്തരത്തിലൊരു കലാകാരനായിരുന്നു നവാസും. അത് കൂടുതൽ വ്യക്തമാക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നൊക്കെ വിട്ടു നിന്നതിന് ശേഷം വീണ്ടും സജീവമായി തുടക്കം തുടങ്ങിയിരിക്കുക. വീണ്ടും ഡാനി സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു രണ്ടാം ഇന്നിങ്സ് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രം, അതായത് ഒരു ക്യാരക്ടർ റോളിൽ ഇതുവരെ അദ്ദേഹത്തെ ഒരു ഹാസ്യതാരം എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ കണ്ടെടുത്തു നിന്ന് മറ്റൊരു തലത്തിൽ അദ്ദേഹത്തെ കാണുന്നത് ആ ഒരു ചിത്രത്തിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഗാംഭീര്യമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അനായാസം എന്ന് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. സമാനമായ രീതിയിലുള്ള പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്തു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ ഈ വിയോഗം ഉണ്ടായിട്ടുള്ളത് എന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. അല്ലേ ഡാനി? തീർച്ചയായും ആര്യ, കാരണം ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നത് എന്നത് നമ്മൾ പലതുറി ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം അത് അത്രത്തോളം തന്നെയാണ്, മറ്റൊന്നും പകരം വെക്കാൻ ഇല്ല ആ വാക്കിനപ്പുറം. കാരണം വൈകുന്നേരം വരെയും തൊട്ടടുത്ത സമയം വരെയും കർമ്മനിരതനായിരുന്ന ഒരാൾ, സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോകുന്നത്. ഇന്നലെ KS പ്രസാദ്, മിമിക്രി രംഗത്ത് പലരുടെയും തന്നെ ഒരു തലതൊട്ടപ്പൻ എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന KS പ്രസാദാണ് 93-ൽ നവാസിനെ കലാഭവനിലേക്കെല്ലാം തന്നെ എത്തിക്കുന്നത്. അദ്ദേഹം ഇന്നലെ അനുസ്മരിച്ചതുപോലെ, ഞാൻ എന്ത് പറയണമെന്ന് അറിയില്ല, ഞാൻ അവിടേക്കൊന്ന് ചെന്നോട്ടെ, അവനെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുന്ന ആ ഒരു വരി പതർച്ച നിറഞ്ഞ, അങ്കലാപ്പ് നിറഞ്ഞ വാക്കുകളിലുണ്ട്. എത്രത്തോളം ആത്മബന്ധം ഇവരെല്ലാവരും തന്നെ പുലർത്തിയിരുന്നു. ഇവരൊന്നും സിനിമാ രംഗത്ത്, സിനിമാ മേഖലയിലൊന്നും സജീവത ആയിരുന്നില്ല. നമ്മൾ ഒരുപക്ഷെ സിനിമാ നടൻ എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിച്ച് എങ്ങനെയാണ് 40ഓളം സിനിമകൾ, അത് അതും വളരെ ചെറിയ സീനുകളുള്ള സിനിമകൾ എന്നെല്ലാം തന്നെ പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേജ് ഷോകളിൽ അത്ര കണ്ട് തിരക്കായിരുന്നു എനിക്ക്. കാരണം സ്റ്റേജ് ഷോകളെ, മിമിക്രി രംഗത്ത് നിന്ന് വരുന്നവരെല്ലാം സ്റ്റേജ് ഷോകളെ അഗാധമായി ഇഷ്ടപ്പെടുന്നവരാണ്. പ്രണയ
സ്നേഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഓവർസീസ് വിദേശത്തുള്ള മലയാളികൾ അവരെല്ലാവരും തന്നെ ഇവരെല്ലാം തന്നെ സ്റ്റേജ് ഷോയുടെ വലിയ ആരാധകരായിരുന്നു. പ്രത്യേകിച്ച് നവാസിന്റെ ഒരു തുടക്കകാലം എല്ലാം പറയുമ്പോൾ ആ സമയത്ത് ഈ നവാസ് മികച്ചൊരു ഗായകനായിരുന്നു. അത് നമ്മൾ മറന്നുകൂടാ. ഒരിടത്തും അത് മ്യൂക്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്തെ മറന്നുകൂടാ. കാരണം നിരവധി വ്യക്തികളുടെ വലിയ സംഗീതജ്ഞരുടെ ശബ്ദത്തിൽ അദ്ദേഹം അനുകരിച്ച് നല്ല ഒരു താളബോധത്തോടു കൂടി തന്നെ അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാനെല്ലാം കഴിഞ്ഞിരുന്നു. നിരവധിയായ ആളുകളുടെ ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫീമെയിൽ വോയിസ് അടക്കം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. SPBയുടെ ശബ്ദവും ഇതൊന്നും നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. അത് ആളുകളെ രസിപ്പിക്കുക മാത്രമല്ല, വലിയ ആരാധകരെ കൂടി അദ്ദേഹം നേടിയെടുത്തു. നല്ല രീതിയിൽ ശ്രുതി കൃത്യമായി വന്നുകൊണ്ടെല്ലാം തന്നെ പാടി അവസാനിപ്പിക്കാനും എല്ലാം തന്നെ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. പല വേദികളിലും അത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേജ് ഷോകളുടെ വലിയൊരു തിരക്കിലേക്ക് പോകുന്നു. വലിയൊരു ആരാധക വൃന്ദം അതിനൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ സിനിമയുടെ ഒരു തിരക്ക്, ഈ സ്റ്റേജ് ഷോകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സിനിമകളിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിന്നുകൊണ്ട് സിനിമ അതിന്റെ ഒരു തുടർച്ചയിലുണ്ടെങ്കിൽ മാത്രമേ സിനിമാ ലോകവും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്റ്റേജ് ഷോകളോട് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന ഒരു സിനിമ, അതിൽ അദ്ദേഹത്തിന്റെ ഒരു പക്വതയാർന്ന ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ വളരെ തനിമയത്വത്തോടുകൂടി അദ്ദേഹത്തിന് അവതരിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും ഒത്തിറങ്ങിയ അവസാന ചിത്രം ഇഴ എന്ന് പറയുന്ന ചിത്രം, രണ്ടുപേരും കേന്ദ്ര കഥാപാത്രം. അതിലൂടെ ആണ് തിരിച്ചുവരവിന്റെ സൂചന. തന്നിലും ഒരു നടനുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരികയും ഡിക്റ്റേറ്റീവ് ജലിലൂടെ മികച്ച കഥാപാത്രം കിട്ടുകയും തുടർന്ന് വീണ്ടും ഒരു വരവിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് തികച്ചും ആകസ്മികമായി എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് മരണമെന്ന്, എവിടെയും എത്താവുന്ന ഏത് സമയത്തും എത്തുന്ന ഒന്നാണ് മരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ രംഗബോധമില്ലാത്ത ഒരാൾ കടന്നു വരുന്നുവെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നവാസ് തിരശ്ശീല ക്യാമറയിലേക്ക് മറയുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആലുവയിൽ ഖബറടക്കം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ധർമ്മസ്ഥലയിൽ പരിശോധന 5ാം നാൾ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും ന്യൂസ് പോർട്ടലുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ബെൽത്തങ്കടി സിവിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതി മേധാവി ഹർഷേന്ദ്ര കുമാർ നൽകിയ ഹർജിയിലായിരുന്നു ബെൽത്തങ്കടി കോടതിയുടെ വിവാദ ഉത്തരവ്. മാധ്യമ വിലക്കിനെതിരെ യൂട്യൂബ് ചാനലായ കുട്ല റാംപേജ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത്. അതേസമയം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ കൂടുതൽ ഇടങ്ങളിൽ ഇന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടക്കും. ഈ ലഭിച്ചിട്ടുള്ള മനുഷ്യാസ്ഥികൾ അത് ഒന്നിലേറെ പേരുടേതാണ് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്ന സാഹചര്യം. അപ്പോൾ ഈ കൂട്ടക്കൊലപാതക പരമ്പര നടന്നു എന്ന വെളിപ്പെടുത്തൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് ധർമ്മസ്ഥലയിലെ സാഹചര്യം. കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടിൽ നിന്ന് ആണ് മൃതദേഹം കണ്ടെത്തിയത്. പശുക്കടവ് സ്വദേശിനി ബോബിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി നടന്ന തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുവിന്റെ ജഡവും കിട്ടി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നു. മൃതദേഹത്തിൽ ഒരു പരുക്കുമില്ല. പശുവിന്റെ ജഡത്തിലും പരുക്കില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു വിലയിരുത്തൽ? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. പശുവിനെ വനാതിർത്തിക്കടുത്ത് മേയാൻ വിട്ട പശുവിനെ കാണാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഈ ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബി ഈ കോങ്ങാട് മല ഭാഗത്തേക്ക് ഈ പശുവിനെ തിരഞ്ഞു പോയത്. തുടർന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ രാത്രിയായിട്ടും ഈ ഷിജുവിന്റെ ഭാര്യ ബോബി തിരിച്ച് വീട്ടിലേക്ക് എത്തില്ല. ഇതേ തുടർന്ന് വീട്ടുകാർ
തെരച്ചിൽ ആരംഭിച്ചെങ്കിലും പ്രാഥമിക ഘട്ട തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വനംവകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒപ്പം കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു സമഗ്രമായ തെരച്ചിൽ നടത്തുന്നു. ഈ സമയത്താണ് ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നും ഈ ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ഈ പശുവിന്റെ ചത്ത ശരീരവും കണ്ടെത്തുകയായിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ബോബിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ പശുവിന്റെ ശരീരത്തിലോ പരിക്കേറ്റ പാടുകൾ അല്ലെങ്കിൽ കടിയേറ്റ പാടുകൾ തുടങ്ങിയവയൊന്നും കാണാനുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയം അധികൃതർക്ക് തോന്നിയത്. എന്തായാലും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ എന്താണ് മരണകാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയിലൂടെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയും. ഒപ്പം അർദ്ധരാത്രിയോടുകൂടിയാണ്, ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞാണ് ഈ മൃതദേഹം ഒക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് രാവിലെ വിശദമായ പരിശോധനകളും നടത്തും. എന്തായാലും ഈ ഘട്ടത്തിൽ ഏത് തരത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയുണ്ടാവും. എന്തായാലും ബലപ്രയോഗത്തിന്റെ പാടുകളോ മറ്റ് എന്തെങ്കിലും ഉരക ജീവികൾ കടിച്ച പാടുകളോ ഒന്നും ശരീരത്തിൽ പ്രകടമല്ല. ഒപ്പം ഈ ബോബിയും മരിച്ചു, പശുവും മരിച്ചു, രണ്ട് മരണങ്ങളും എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഈ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും അനീഷ്, എന്തായാലും ദുരൂഹത അവശേഷിക്കുകയാണ്. എന്താണ് ബന്ധുക്കൾ പറയുന്നത് അനീഷ്? ഈ എല്ലാ ദിവസവും പതിവായി ഈ പശുവിനെ മേയ്ക്കാൻ പോകുന്ന ഇടത്ത് തന്നെയാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? അതോ വനത്തിനുള്ളിലേക്ക്, പതിവായി പോകുന്ന സ്ഥലത്തിനപ്പുറം വനത്തിനുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നോ ബോബി? എന്താണ് ബന്ധുക്കളുടെയൊക്കെ ഒരു പ്രതികരണം? അവരുടെ ഒരു സംശയം എങ്ങനെയാണ്? ഈ പ്രദേശങ്ങളിലൊക്കെ സാധാരണഗതിയിൽ നാട്ടുകാർ വനത്തോട് ചേർന്ന ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടങ്ങളിലൊക്കെ ആളുകൾ പലരും ഈ പശു വളർത്തലൊക്കെയാണ് ഉപജീവന മാർഗമായി കരുതുന്നത്. അതുകൊണ്ട് പശുവിനെ ഈ വനാതിർത്തിയോട് ചേർന്ന ഇടങ്ങളിൽ മേയ്ക്കാൻ വിടുന്നത് പതിവാണ്. വൈകുന്നേരം എത്തി ഉടമകൾ ഈ വനാതിർത്തി പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന പശുക്കളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പശുവിനെ തെരഞ്ഞ്, അതായത് ഈ വിട്ട സ്ഥലത്ത് അതിന്റെ സമീപ പ്രദേശങ്ങളും തെരഞ്ഞിട്ടും കാണാതെ വന്നതോടുകൂടിയാവാം ഒരുപക്ഷെ ഈ ബോബി പശുവിനെ തെരഞ്ഞ് വനാതിർത്തിയുടെ കൂടുതൽ അകത്തേക്ക് പോയി, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു സമഗ്രമായ തെരച്ചിലേക്ക് നീങ്ങിയത്. പിന്നീട് ബോബിയും കാണാതാവുന്ന ഒരു സാഹചര്യം ഏറെ നേരം കഴിഞ്ഞിട്ടും, സാധാരണഗതിയിൽ വൈകുന്നേരം പശുവിനെ കൂട്ടാനൊക്കെ പോയാൽ അധികം കഴിയാതെ പശുവുമായി മടങ്ങിയതും, പക്ഷെ ഇത് ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബോബിയെ കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പശുവിനെ തെരഞ്ഞുപോയ ബോബി എവിടെ എന്നതിനെ കുറിച്ചൊരു വിവരം ലഭിക്കാതെ പോയ സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തിരക്കി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീടാണ് ഈ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും പതിവായി ആ മേഖലകളിലൊക്കെ ഇവരൊക്കെ പോകുന്ന ഇടങ്ങൾ തന്നെയാണ്. ഈ പശുവിനെ മേയ്ക്കാനും സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു. എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നമുക്കറിയാം, ആദ്യം നിപ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത മരുന്തോകര കുറ്റ്യാടി ഭാഗത്ത് വരുന്ന സ്ഥലമാണ് പശുക്കടവ്. അവിടെ നിന്നും ഒരു ഭാഗം പിന്നിട്ടാൽ നിബിഡമായ വനമേഖലയിലേക്കാണ് നീങ്ങുന്നത്. വനവും ഗ്രാമവും തമ്മിലുള്ള ഏതാണ്ട് ഒരു അതിർത്തി പ്രദേശത്താണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വീട്ടമ്മയുടെ മരണം അത് ദുരൂഹമായി തുടരുകയാണ്. കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ സ്ത്രീയെയും പശുവിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടന്നാൽ, ഛത്തീസ്ഗഡിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ ഈ ദിനം നിർണായകമാണ്. കേസിൽ NIA കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം കോടതി വാദം കേട്ടിരുന്നു. നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന വാദം പ്രോസിക്യൂഷൻ ആവർത്തിച്ചു. അതേസമയം ജാമ്യം നൽകുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പരാമർശം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. NIA കോടതിയുടെ പരിധിയിൽ കേസ് വരില്ലെന്ന വിധി ഉണ്ടായാൽ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് നിയമോപദേശം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ദിവസമാണ്. കഴിഞ്ഞ ദിവസം NIA കോടതി ഈ വാദം കേൾക്കുന്ന സമയത്ത് ഈ സഭകളുടെയും പ്രതിപക്ഷ MPമാരുടെയും ഒക്കെയും കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധികളുടെയും ഒക്കെ ഒരു ഇടപെടലിന്റെ ഫലമായി എന്ന് നമുക്ക് വിലയിരുത്താം. അമിത്ഷാ അത്തരത്തിലൊരു ഉറപ്പും നൽകിയിരുന്നു. ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്നുള്ളത്. നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന് പറയുമ്പോഴും ആ ജാമ്യ ഹർജിയെ എതിർക്കാത്ത ഒരു നിലപാട് കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടതാണ്. ഇത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
ആര്യ, ഇന്ന് പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ്. കന്യാസ്ത്രീകളെ സംബന്ധിച്ച് 9 ദിവസമായി ഇപ്പോൾ ജയിലിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വാദം കേട്ടപ്പോൾ നേരത്തെ അമിത്ഷാ നൽകിയ ഉറപ്പിൻ പ്രകാരം ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ കസ്റ്റഡി വേണമെന്നുള്ള ആവശ്യം അത് ഉന്നയിച്ചില്ല. കോടതി ആ വേളയിൽ, വാദം നടക്കുന്ന വേളയിൽ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച അപേക്ഷ നൽകിയിട്ടുമില്ല. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നുള്ള കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഒപ്പം തന്നെ ഈ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പക്ഷേ ജാമ്യാപേക്ഷയെ എതിർത്തതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ജാമ്യം നൽകാൻ പാടില്ല, ഈ ഒരു കുറ്റം അത് നിലനിൽക്കുന്നുണ്ട്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീകളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതേസമയം അഭിഭാഷകർ, ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അമൃതോ ദാസ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. കന്യാസ്ത്രീകളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ഒരു വാദത്തിനിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 8 ദിവസമായി ഈ കന്യാസ്ത്രീകൾ 8 ദിവസമായി ഇവർ ഈ ജയിലിൽ കഴിയുകയാണ്. പക്ഷേ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാനുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ ഈ പല കാര്യങ്ങളിലും ചില മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. എന്തായാലും ഇന്നത്തെ ദിവസം കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ദിവസമാണ്. 9 ദിവസമായി ഇവർ ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുകയാണ്. ദുർഗ് ജില്ലാ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇന്നലെ NIA കോടതിയിൽ വിശദമായ വാദം കേട്ടിരുന്നു. ഇന്നാണ് വിധി പറയാൻ വേണ്ടി NIA കോടതി ഈ ജാമ്യ ഹർജി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്ത് വിധി ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ഛത്തീസ്ഗഡ് സർക്കാർ അനുകൂലമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ജാമ്യത്തെ എതിർത്തിട്ടില്ല എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്തരത്തിലൊരു വാദം തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായത്. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാനത്തെ BJP നേതാക്കൾ തന്നെയാണ് എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ വിഷയത്തിലുണ്ട്. അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക്. ആര്യ, അതായത് ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കേരളത്തിലെ BJPക്ക് തന്നെയാണ്. കാരണം സ്വാഭാവികമായും ഇനിയിപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സഭാ നേതൃത്വങ്ങളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രഷർ കേന്ദ്ര നേതൃത്വത്തിനോട് ഇത്തരത്തിൽ BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് കേന്ദ്രത്തിനും ഈ ഒരു ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടിയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഒപ്പം തന്നെ പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം, ഒപ്പം തന്നെ അവിടുത്തെ പ്രവർത്തകരുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം സ്വാഭാവികമായും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ അവിടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു സമവായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പക്ഷേ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു കാര്യം, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നായിരുന്നു പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുണ്ട്, പക്ഷേ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അതല്ല എങ്കിൽ മറ്റൊരു നടപടിയാണ് ഈ NIA കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ളൊരു നിയമോപദേശം കൂടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കാലതാമസം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തായിരുന്നു ഇന്നലെ കൂടുതൽ ആശങ്കകൾക്കും ഒപ്പം തന്നെ കൂടിയാലോചനകൾക്കും ഒടുവിൽ NIA കോടതിയെ തന്നെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ അഭിഭാഷക സംഘം എത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കന്യാസ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ ആകുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും MP-മാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ ഒരു വാദത്തിനിടെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ BJP പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ എതിർത്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ അവിടെ അരങ്ങേറിയിരുന്നു. പിന്നീട് ഈ പ്രതിഷേധ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയും ചെയ്തു. എന്തായാലും കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ഇന്ന് ഈ നിർണായക ദിവസം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാവാമെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ
പങ്കുവച്ചത്. എന്തായാലും 9 ദിവസമായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും പുറത്തിറങ്ങാൻ ഇന്നാകുമോ എന്ന ഏറെ ആകാംക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാരെല്ലാം അവിടെ ഉണ്ട്. കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ് സാഹചര്യം. MLA-മാരായ ചാണ്ടി ഉമ്മനും അൻവർ സാദത്തും ഇന്ന് ഛത്തീസ്ഗഡിൽ എത്തുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രതിപക്ഷ MLA-മാരുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിൽ എത്തുക. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എംപിമാരുടെ സംഘം കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സ്ഥലം സന്ദർശിച്ചിരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJP രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് M രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി. വിതരണം ചെയ്ത ക്രിസ്മസ് കേക്കിനോട് നീതി പുലർത്തിയിരുന്നുവെങ്കിൽ മോചനത്തിന് ഉടൻ നടപടി സ്വീകരിക്കുമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം BJP നേതാക്കൾ ഇടപെട്ടെന്ന് പറയുന്നതിന്റെ യുക്തി എന്തെന്നും ജോസ് ചെമ്പേരി ചോദിച്ചു. നീതി നടപ്പിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു ന്യായാധിപൻ അവിടെ കയറിയിരുന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയോട് ബഹുമാനമില്ലാത്ത, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാമോ അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല. കേരളത്തിലുണ്ടല്ലോ 2 മന്ത്രിമാര്. ഒരാൾ സുരേഷ് ഗോപി, വലിയ സിനിമ നടനാ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തെ സിനിമയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പോലീസ് വേഷം പ്രത്യേകിച്ച്. തൃശ്ശൂരെ വിശ്വാസികളുടെ വോട്ട് നേടി ജയിച്ച സുരേഷ് ഗോപി ഈ കന്യാസ്ത്രീകൾ അവിടെ 8 ദിവസമായി തടവിലിരുന്നിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയുടെ നാക്ക് ഇവിടെ പോയി താന്നുപോയത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി കടന്നാൽ നമുക്കറിയാം, സംസ്ഥാനത്തെ ഗവർണർ സർക്കാർ പോര് അത് സമവായത്തിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിച്ച ഇടത്തു നിന്ന് വീണ്ടും പോര് മുറുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 2 സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സ്ഥിരം VC നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ ഗവർണറുടെ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഗവർണറെ കണ്ട് ചർച്ച നടത്തും. ഗവർണറുമായുള്ള സമവായ ചർച്ചയ്ക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി നടത്തിയ താൽക്കാലിക VC നിയമനം പിൻവലിക്കും വരെ ചർച്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട്. ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെയും സമീപിക്കും. ഭരണപരമായ തർക്കം ഉണ്ടാകാതെ സർക്കാരും ചാൻസലറും യോജിച്ച് തീരുമാനമെടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചുരക്കലിനെതിരായ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നുള്ളതാണ്. ആരോഗ്യ വകുപ്പിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളാണ് ഡോക്ടർ ഹാരിസ് തുടർച്ചയായി ഉന്നയിച്ചതെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം ഓസിലോസ്കോപ്പ് കാണാതെ പോയതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം വേണമോ എന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടായേക്കും. ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊന്നും കാണാതെ പോയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹാരിസ് ചുരക്കലിന്റെ പ്രതികരണം. എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ വിസിൽ ബ്ലോവറായി മുന്നോട്ട് വന്ന ഒരു ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്ന വലിയ വിമർശനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഡോക്ടറിന്റെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അസോസിയേഷൻ അടക്കം രംഗത്തും ഉണ്ട്. സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ ഇന്ന് കോൺക്ലേവിന് തുടക്കമാകും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മോഹൻലാൽ, സുഹാസിനി, മണിരത്നം എന്നിവരും ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള ചർച്ചകൾ 2 ദിവസമായി നടക്കും. ചർച്ചയിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ചാകും സിനിമാ നയത്തിന് അന്തിമ രൂപം നൽകുക. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ?
സിനിമാ മേഖല ഒന്നാകെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കോൺക്ലേവ് കൂടിയാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്. പ്രധാനമായും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിരത്നം, വെട്രിമാരൻ, സുഹാസിനി, റസൂൽ പൂക്കുറ്റി തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ഇന്ന് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് UK, പോളണ്ട്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ ഇതിൻ്റെ പാനലിസ്റ്റുകളാവും. പ്രധാനമായും 9 ആവശ്യങ്ങൾ അതാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ ചർച്ചകളിൽ. ഇതിലൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യവും ഈ കോൺക്ലേവ് വേണം എന്നുള്ളതാണ്. സിനിമാ കോൺക്ലേവ് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കൂടി ചർച്ചകൾ നടക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. പ്രധാനമായും 9 കാര്യങ്ങളാണ് ഈ കോൺക്ലേവിൽ സംസാരിക്കപ്പെടുക ഒരു വിഷയമായിട്ട്. അല്ലെങ്കിൽ നല്ല സിനിമ നല്ല നാളെ എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ. അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രയത്നിക്കാനും കൂടിയാണ് ഈ കോൺക്ലേവ്. 9 ആശയങ്ങൾ അത് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. വളരെ വേഗത്തിൽ തന്നെ മലയാള സിനിമയിലെ ലിംഗനീതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരുപാടായി ഉയരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന കാര്യങ്ങൾ, അവർക്ക് ഒരു സുരക്ഷിതമില്ലായ്മ, സെറ്റുകളിൽ പ്രത്യേകിച്ച് ഒന്ന് ഡ്രസ്സ് മാറാൻ പോലുമുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ രീതിയിലുമുള്ള സ്പേസ് ഇല്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നതാണ്. എന്തായാലും ആ ഒരു ലിംഗനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിലെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത്. രണ്ടാമത്തത് ഈ തൊഴിലുള്ള കരാർ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ, അതിപ്പോൾ സിനിമയുടെ ക്യാമറയുടെ മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ കൃത്യമായ തന്നെ കരാർ അടിസ്ഥാനത്തിൽ വേതനം നൽകുക എന്നുള്ളൊരു കാര്യവും കൂടി ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഈ പരാതി പരിഹാര സംവിധാനം അത് പ്രത്യേകിച്ച് ഓരോ സിനിമാ സെറ്റുകളിലും വേണമെന്നുള്ളതാണ് ഒരു വലിയ ആവശ്യം. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ പരാതി പറയാനൊരു ഇടം വേണം എന്നുള്ളൊരു വലിയ ആവശ്യം സിനിമാ പ്രവർത്തകർ നാളുകളായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പലപ്പോഴായി സംഭവിക്കാറില്ല. അതും ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ നാളത്തെ ഒരു സാങ്കേതിക വിദ്യ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതും കൂടി ഒരു ഘട്ടവും കൂടി ഉണ്ട്. വളരെ സാങ്കേതിക വിദ്യകൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടൊരു ചർച്ചയും ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ തിയേറ്ററുകൾ, ടിക്കറ്റിംഗ് വിതരണക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു സിനിമ റിലീസിന് ശേഷം ആളുകൾക്ക് എന്നാണ് റിലീസ് ഡേറ്റ് എന്നറിയാം, പക്ഷെ അതിനുശേഷം പിന്നെയും ആളുകളിലൂടെ പോകുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനിലേക്ക് ആളുകൾ, അല്ലെങ്കിൽ തിയേറ്ററുകാർ, വിതരണക്കാർ, അങ്ങനെ ഒരു പറ്റം ആളുകളെയും കൂടെ ഉണ്ട്. അവരെയും കൂടെ ഊന്നൽ നൽകിക്കൊണ്ട് അവർക്കും ഗുണമുണ്ടാകുന്ന രീതിയിലും ഈ ചർച്ചകൾ മാറണം എന്നുള്ളതാണ് 5ാമത്തെ പ്രധാന ആവശ്യം. 6ാമത്തത് ഈ ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ സുഖകരമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്, പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. അതിലൊരു പരിഹാരം വേണമെന്നുള്ളതാണ് 6ാമത്തത്. സിനിമാ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനം 7ാമത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഫിലിം ടൂറിസം ഒരുപാട് നാളുകളായി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഫിലിം ടൂറിസം ഉണ്ടാവുക, അതിന് മലയാള സിനിമയെ ഉപയോഗിക്കണം എന്നുള്ളത് 8ാമത്തെ ആവശ്യം. ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര വിദ്യാഭ്യാസവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നുള്ളതാണ് 9ാമത്തെ ആവശ്യം. ഇതോടൊപ്പം തന്നെ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. പ്രധാനമായും ഈ 9 ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. അത് ഒരുപാട് നാളുകളായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനൊരു കോൺക്ലേവ് വേണം, അതൊരു താരങ്ങളുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു സിനിമ വരിക, അല്ലെങ്കിൽ സിനിമകൾ ഇനിയും സമൂഹത്തിന് വേണ്ടതാണ്, അത് നല്ലൊരു സിനിമയായിട്ട് മാറുക, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നയരൂപീകരണവും കൂടിയാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ സിനിമാ പ്രവർത്തകർ, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകരോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ സിനിമാ പ്രതിനിധികളും കൂടി കോൺക്ലേവിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ അവരുടെ ആ സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഉണ്ടാകും. അതിൽ നിന്നും കൃത്യമായ ഒരു ധാരണയിലെത്തിക്കൊണ്ട് തന്നെയാണ് തുടർന്ന് എങ്ങനെയായിരിക്കണം മലയാള സിനിമയുടെ ഒരു പോക്ക്, അതിൻ്റെ നിർമ്മാണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു നയരൂപീകരണമായിരിക്കും ഉണ്ടാകുക എന്നുള്ള പ്രതീക്ഷയും വിശ്വാസത്തിലുമാണ് സിനിമാ പ്രവർത്തകർ ഈ 2 ദിവസങ്ങളെ കാണുന്നത്. തീർച്ചയായും സിനിമാ മേഖലയുടെ ഉന്നമനത്തിനായി ഊർജം പകരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നയരൂപീകരണം നടക്കുന്ന നിർണായകമായ സിനിമ കോൺക്ലേവിനാണ് ഇന്ന് തുടക്കമാകുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവാണ്. മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സിനിമാ മേഖലയിലെ അതുല്യ പ്രതിഭകളുടെ ഒരു സംഗമ വേദിയായി കൂടി ആ കോൺക്ലേവ് മാറുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും നല്ല നാളേക്ക്, നല്ല സിനിമാ ലോകത്തിനായിട്ടുള്ള ഒരു ചുവടുവയ്പ് ആണ് ഈ കോൺക്ലേവിലൂടെ സംസ്ഥാന സർക്കാരും സിനിമാ കലാകാരന്മാരും അവരുടെ സംഘടനകളും എല്ലാം ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആറന്മുളയിലെ പെയ്ഡ് വള്ളസദ്യ റദ്ദാക്കി. പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിന് പിന്നാലെയാണ് തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പിന്മാറിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെയ്ഡ് വള്ളസദ്യ ക്ഷേത്രത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് ആദ്യമായി നടത്തിയത്. ഇത് ഹിന്ദു സംഘടനകളുടെ എതിർപ്പിനും പ്രതിഷേധത്തിനും കാരണമായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമെന്നായിരുന്നു ആരോപണം. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് പെയ്ഡ് വള്ളസദ്യ റദ്ദാക്കാൻ തീരുമാനമായത്. വള്ളസദ്യ റദ്ദാക്കിയ സാഹചര്യത്തിൽ ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകും. തിരുവനന്തപുരം നഗരവും ഗ്രാമങ്ങളും വികസന കുതിപ്പിലാണെങ്കിലും ബോണക്കാട് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ചികിത്സ തേടാനുള്ള ദൂരം ഇന്നും പഴയത് തന്നെയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ 26 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയാണ് ഇവർക്ക് ഇന്നും ഏക ആശ്വാസം. ആരോഗ്യ സബ് സെന്റർ കൊണ്ടുവരുമെന്ന കളക്ടറുടെ ഉറപ്പ് 2 വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല. ഞങ്ങൾ തൊഴിലുറപ്പ് പണിക്കാണ് പോയത്. ഒരു 2:45 അങ്ങോട്ടാ. അങ്ങനെ എൻ്റെ ആളെയും ഒരാളിന് അവനെ പാമ്പ് കടിച്ച്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഞങ്ങൾ അവിടെ നോക്കാൻ പോയി. ചെന്നപ്പോൾ കാണാൻ ഈ പാമ്പ് അപ്പടി കടിച്ച് എൻ്റെ കയ്യിൽ അങ്ങനെ കൊത്തി. അവസാനം ഇതിരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ വിളിച്ച് ആ പുള്ളിക്കാരൻ ആംബുലൻസ് കൊണ്ടുപോയി. വേറെ ഒരു ബൈക്കിലാണ് എന്നെ കൊണ്ട് ആശുപത്രി അയച്ചു. അപ്പോഴും പോയത് കൊണ്ട് രക്ഷ. സെൽവരാജ് മരണത്തെ മുഖാമുഖം കണ്ടത് 2 മണിക്കൂറോളമാണ്. ഭാഗ്യം തുണച്ചതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു പിടിക്കാനായത്. ഒരു കാലത്ത് എല്ലാ സംവിധാനങ്ങളും ലഭ്യമായ തേയില പ്ലാന്റേഷനിൽ ജോലി ചെയ്തവർക്ക് ഇന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രി സേവനത്തിനായി 26 കിലോമീറ്റർ അകലെയുള്ള വിതുര താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. തേയിലത്തോട്ടം നിലനിന്നിരുന്ന സമയത്ത് ആശുപത്രി സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ 2000-ൽ കമ്പനി പൂർണ്ണമായും അടച്ചതോടെ അതില്ലാതായി. തേയില കമ്പനി ഇല്ലാതായതോടെ പുതുതലമുറ ഇവിടം വിട്ട് ജോലിക്കും മറ്റുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. അതോടെ തനിച്ചായി പോയ നിരവധി കുടുംബങ്ങളും ഇവിടെയുണ്ട്. ആശുപത്രി കണ്ടിപ്പാ കെട്ടണം. ഇവിടെ 4 ആശുപത്രി കെട്ടാൻ ഇടമുണ്ട്. എന്തിടം ഇല്ലാത്തത്? രോഗികളെ പാതിരാത്രി ആറ് കൊണ്ടുപോകും? ആ മക്കളുണ്ടെങ്കിൽ തൊഴിലെടുത്ത് റോട്ടിൽ കൊണ്ടുപോയാൽ 600 രൂപ വേണം. അവൻ എവിടെ നിന്ന് മരിക്കും? നിലവിൽ 150ഓളം കുടുംബങ്ങൾ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട്. മന്ത്രിമാരായ ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ 2023-ൽ ബോണക്കാട് സന്ദർശിച്ചപ്പോൾ ആരോഗ്യ സംവിധാനം ഒരുക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം തീരുമാനം നീളുകയാണ്. അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് നടത്തുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലും 40 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ആശുപത്രി സേവനം വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ബോണക്കാട് ആശുപത്രി സേവനം കൊണ്ടുവന്നാൽ ഇതിനും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ഒരു കാലത്ത് തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമായ ബോണക്കാട് എസ്റ്റേറ്റിൽ ഇന്ന് താമസിക്കുന്നതിൽ പലരും വയോജനങ്ങളാണ്. ഓരോ ആരോഗ്യ പ്രശ്നമുണ്ടാകുമ്പോഴും 2 മണിക്കൂറോളം സഞ്ചരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇന്ന് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ബോണക്കാട് എസ്റ്റേറ്റിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന ആവശ്യം ന്യായവുമാണ്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി നമ്മളൊരു അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. പ്രമാദമായ ഒരുപാട് കേസുകളും സംഭവങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ പല ഫോളോ അപ്പുകളും ഒരു പരിധി കഴിഞ്ഞാൽ എന്തായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന് പുറകെ പോകാറില്ല. പക്ഷേ ന്യൂസ് 18 അത്തരം ഒരു അന്വേഷണത്തിലാണ്. സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് എന്തായി? താനൂർ ബോട്ട് ദുരന്തം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴും സർക്കാർ വാക്ക് പാലിക്കാത്തതിനാൽ നിത്യദുരിതത്തിലാണ് രക്ഷപ്പെട്ടവർ. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സഹോദരിമാരായ ജർഷയ്ക്കും ജന്നയ്ക്കും ഇതുവരെ സർക്കാരിന്റെ ചികിത്സാ സഹായം ലഭിച്ചിട്ടില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മക്കളെ ചികിത്സിക്കുന്ന ജാബിർ ചികിത്സാ സഹായം ലഭിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നു തളർന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് പോലും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടായില്ല. മരണത്തേക്കാൾ ഭീകരമാണ് അതിജീവനമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. മെയ് മാസം 7-ാം തീയതി അന്ന് വൈകുന്നേരമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ അറ്റ്ലാന്റിക് എന്ന ഉല്ലാസ ബോട്ട് താനൂർ തീരത്തിനടുത്ത് പൂരപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. 22 പേരാണ് ഈ അപകടത്തിൽ ഓർമ്മയായി മാറിയത്. അപകടത്തിൽ രക്ഷപ്പെട്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്നിട്ടെന്തായി പരിശോധിക്കുന്നത് ഇത്തവണ താനൂർ ബോട്ട് ദുരന്തമാണ്.
വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിലായിരുന്നു അപകടം സംഭവിച്ചത്. അവസാന ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളെ, വിനോദസഞ്ചാരികളെ ബോട്ടിലേക്ക് വിളിച്ചു കയറ്റുകയായിരുന്നു. 2 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ബോട്ട് സർവീസിൻ്റെ ആകെ ദൂരമുള്ളത്. ഇടയ്ക്ക് പൂരപ്പുഴയുടെ ഒരു ആഴത്തിലേക്ക് ബോട്ട് മറിയുകയായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിനെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സാധാരണ ഒരു മീൻ വള്ളമാണ്, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫൈബർ വള്ളമാണ്. ഇതിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നിർമ്മിച്ച് അതിന് മുകളിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കെട്ടി തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഈ ബോട്ട് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാരം അത് ബോട്ടിന് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അനുവദിച്ചതിലും ഇരട്ടിയിലധികം ആളുകളായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്നത്. 39 പേരായിരുന്നു ആകെ. അതിൽ 22 പേരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഈ പുഴയുടെ ആഴങ്ങളിലേക്കാണ് അവരെല്ലാം തന്നെ ഇല്ലാതെയായിപ്പോയത്. അപകടം നടന്ന ഉടൻ നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തി. പലരും സ്വയം പരിക്കേറ്റിട്ടും രക്ഷാപ്രവർത്തനം തുടർന്നു. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് പരിക്ക് പറ്റിയിട്ടും രക്ഷാപ്രവർത്തനം തുടർന്ന സമീർ സിന്നൻ ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്തു പറയുന്നു. അന്ന് ഇത് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരായിരുന്നത്. താനൂരിലെ തൂവൽ തീരത്ത് സർവീസ് നടത്തിയിരുന്ന ബോട്ട് പുഴയിൽ മുങ്ങിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അത്ര വലിയ ഗൗരവത്തിലൊന്നും ആരും എടുത്തിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു അത്രമാത്രം ആയമൊന്നുമില്ലാത്തൊരു പുഴയാണ്. ഒന്നാമത് ഈ പുഴയിലേക്ക് ഒലിച്ചു വരുന്ന വള്ളങ്ങളൊക്കെ ഒന്ന് മത്സ്യനിർമ്മിത കനോലികളാണ്. കനാലും മറ്റുള്ള ഇതൊക്കെ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടി കിളിച്ച തോടുകളിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന കടലോണ്ടി പുഴയുമായി ചേർന്നിട്ട് ഗുരപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയിൽ ഈ ബോട്ട് താന്ന ആ സ്ഥലങ്ങളിൽ തന്നെ മാത്രമേ ഇവിടെ ആയമുള്ളൂ. ആ ആയത്തിൽ ഇത്ര വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ആരും മനസ്സിലാക്കിയില്ല. എന്നാലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഓടി ഈ പരിസരത്തെത്തി വന്നപ്പോൾ ബോട്ടിനെ കാണാൻ പറ്റുന്നില്ല. ബോട്ടിന്റെ സ്ഥലത്ത് താന്നു കിടന്നെന്ന് പറഞ്ഞപ്പോൾ അക്കരെ ആ പുഴയുടെ അങ്ങേ സൈഡിലൂടെയാണ് ആളുകൾ കൂടുതൽ വന്നത്. അവിടുന്ന് ചാടിയിട്ട് എല്ലാവരും നീന്തി ഈ ബോട്ടിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. മുങ്ങിയിട്ടാണ് അതിലെ മുക്കാലല്ല 22 പേരിൽ 20 പേരെയും മുങ്ങിയിട്ട് താഴ്ന്നാണ് ഈ ചില്ലൊക്കെ ഇടിച്ച് പൊളിച്ച് വള്ളത്തിൽ നിന്ന് പൊളിച്ചിട്ടാണ് ഓരോ കുട്ടികളെയും ആളുകളെ തലകീഴായി മറഞ്ഞ ബോട്ടിൽ നിന്ന് മുങ്ങിപ്പോയിട്ട് അതിന്റെ താഴിൽ നിന്നാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാ ദൗത്യം പൂർത്തീകരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിൽ ആരെയും ജീവനോടെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു വിഷയം തന്നെ ഉള്ളത്. എന്നാലും ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വള്ളത്തിന്റെ താഴെന്ന് എടുത്ത അവസ്ഥ ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതിന്റെ നെട്ടല് മാറുന്നില്ല. ഞാൻ അവസാന നിമിഷത്തിൽ ഇതിന്റെ ഈ കൃത്രിമമായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഈ തോണിമേൽ പിടിപ്പിച്ചതിന്റെ ഒരു ഇരുമ്പ് കമ്പി കാലിൽ പാഞ്ഞ് ആ വള്ളത്തിന്റെ താഴെ ആയപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ല. ചോര ഒരുപാട് ഒലിച്ചു പോയി വള്ളത്തിൽ നിന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെ ആളുകൾ പറഞ്ഞത് ചോര നല്ല പോകുന്നുണ്ട്. അപ്പോഴാണ് കാല് ശ്രദ്ധിച്ചപ്പോൾ തരിച്ചുപോയി. വേദന അറിയാതെ തരിപ്പ് വന്നു പോയി ശരീരത്ത്. അങ്ങനെ നോക്കി ആളുകൾ കയറ്റിയപ്പോഴാണ് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കൊരു ഇതിനെ മുറിവിൻ്റെ ആഘാതവും വേദനയും അറിയാൻ തുടങ്ങി. അപകടത്തെക്കുറിച്ച് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ മുഖ്യപ്രതിയായത് ബോട്ടുടമയും അതുപോലെ തന്നെ ജീവനക്കാരുമാണ്. ബോട്ടിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നും ആളുകളെ കൂടുതലായി വിളിച്ചു കയറ്റിയതാണ് അപകടത്തിലേക്ക് കാരണമായതെന്നും ഒക്കെയാണ് കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നിയമവിരുദ്ധമായിട്ടാണ് ഈ ബോട്ട്, മീൻ പിടിക്കാൻ മാത്രം പറ്റുന്ന ഈ വള്ളം ടൂറിസത്തിന്, വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈബർ ബോട്ടാക്കി മാറ്റിയത് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് പ്രതികളായവരൊക്കെ നിലവിൽ ജാമ്യത്തിലുമാണ്. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, ജസ്റ്റിസ് BK മോഹന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോഴും അവരുടെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. സിറ്റിങ്ങുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതേക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്.
ബോട്ട് അപകടം ഉണ്ടായതിൻ്റെ കാരണം, അതിൻ്റെ സാഹചര്യങ്ങൾ, ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതൽ സ്വീകരിക്കണം എന്നീ തുടങ്ങിയ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. അതാണ് കാലതാമസമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ അപകടത്തിൽ ഇരകളായവർ, അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ, അതിൽ രക്ഷപ്പെട്ട അവരുടെ അവസ്ഥ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. താനൂരിലെ 2 പെൺകുട്ടികൾ, 10ഉം 12ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവർ അത്ഭുതകരമായിട്ടായിരുന്നു ഈ അപകടത്തിൽ രക്ഷപ്പെട്ടത്. പക്ഷേ ഇന്ന് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിച്ചിട്ടും അവർക്ക് പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്താനായിട്ടില്ല. ജന്നയും ജർഷയും അപകടത്തിൽ നിന്ന് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അവരുടെ ഉമ്മയും സഹോദരനും ബന്ധുക്കളും ഒക്കെ അപകടത്തിൽ ഓർമ്മയായിപ്പോയി. ഇന്നും ഈ 2 പെൺകുട്ടികൾക്കും വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് തളർച്ചയാണ്, ഇടയ്ക്ക് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പരസഹായമില്ലാതെ നടക്കാൻ കഴിയുകയില്ല, എഴുതാൻ കഴിയുകയില്ല, സ്കൂളിൽ പോകാൻ കഴിയുകയില്ല. അങ്ങനെ ഈ രോഗത്തിന്, ഈ അവസ്ഥയ്ക്ക് പരിഹാരം എന്തെന്നറിയാതെ ചികിത്സ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് രക്ഷിതാവ്. മറ്റൊരു കുട്ടിക്ക് ഈ അപകടത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴാണ് ഉറക്കത്തിൽ ഉണർന്ന് കരയുക, ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ് എല്ലായിടത്തേക്കും. അത്തരത്തിൽ മാനസികമായ കുട്ടിയെ ഈ അപകടം തകർത്ത് കളഞ്ഞു. ഇതിനെല്ലാം സങ്കടം സർക്കാർ ഇവർക്ക് വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് രക്ഷിതാവ് കുട്ടികളെ ഇതുവരെയും ചികിത്സിച്ചത്. പക്ഷേ ഇതുവരേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതേറെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ചികിത്സ മുന്നോട്ട് പോകുന്നത് ഞാൻ നയിച്ചിട്ടാണ് എൻ്റെ കുട്ടികളുടെ ചികിത്സ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും ഒരു ചികിത്സാ കാര്യമായിട്ട്, എൻ്റെ കുട്ടികളുടെ ചികിത്സാ കാര്യമായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ്റും ഒരു വ്യക്തികളും 1 രൂപയോ ഒരു സഹായമോ ചെയ്തിട്ടല്ല എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് വീഡിയോയുടെ മുമ്പിൽ സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോയുടെ മുമ്പിൽ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പരാതിയുമായിട്ടും ഈ ചികിത്സാ കാര്യവുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പരാജയം സംഭവിച്ചു. ആരും ഇന്ന് ഈ കേരളം ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പരാതിക്ക് ഒരു നേട്ടം നേടിത്തരുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പറയുന്നില്ല, അവസാനിപ്പിച്ചു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചെത്തിയ ഈ കുട്ടികൾക്ക് പക്ഷേ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഇനിയും ഒട്ടേറെ ചികിത്സകൾ നൽകേണ്ടതുണ്ട്. സർക്കാർ സൗജന്യ ചികിത്സ എന്ന വാഗ്ദാനം മാത്രം നൽകി. ഇതുവരെയും ഒരു പൈസയുടെ സഹായം നൽകിയിട്ടില്ല. ആ രക്ഷിതാവ് ഇപ്രകാരം പറയുമ്പോൾ ഇതിന് മറുപടി പറയാൻ ഒട്ടേറെ പേർ ബാധ്യസ്ഥരാണ്. സാങ്കേതിക കാരണങ്ങളും ഒക്കെ ഇതിന് മറുപടിയായി പലരും പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ നൽകിയ വാക്ക്, സൗജന്യ ചികിത്സ നൽകുമെന്ന വാഗ്ദാനം, അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വലിയ ഒരു അപകടത്തെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഇവർക്കൊപ്പം നിൽക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സാ സഹായം ഇനിയും വൈകരുത്. അത് നൽകുവാൻ, അത് ഇവരിലേക്ക് എത്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി സ്വീകരിച്ചേ തീരൂ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.